ഇന്ത്യ ഇസ്രായേൽ ബന്ധം നമ്മൾ പ്രതീക്ഷിച്ചതിനും അപ്പുറം ഈ നൂറ്റാണ്ടിലെ ഏറ്റവും ശക്തമായ ബന്ധങ്ങളിൽ ഒന്നായി മാറുകയാണ്. അമേരിക്ക ഇസ്രായേൽ ബന്ധത്തിനോളം ശക്തമായ രീതിയിലോ അല്ലെങ്കിൽ അതിനേക്കാൾ പരസ്പര വിശ്വാസത്തോടു കൂടിയുള്ളതോ ആയ ഒരു ബന്ധമാണ് ഇന്ത്യക്കും ഇസ്രായേലിനും ഇടയിൽ രൂപപ്പെടുന്നത്. ലോകത്തെ വളരെ പുരാതനമായ രണ്ട് സംസ്കാരങ്ങൾ എന്ന നിലയിൽ കൂടിയാണ് ഇസ്രായേൽ ഇന്ത്യ ബന്ധം വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുകയാണ്. ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും പോരാട്ട വീര്യമുള്ള ധീരനായ ശക്തനായ ഭരണാധികാരികളിൽ ഒരാളായിരുന്നു ഛത്രപതി ശിവജി മഹാരാജ്. അദ്ദേഹത്തിന്റെ ഒരു പ്രതിമ ഇസ്രായേൽ അവരുടെ രാജ്യത്ത് സ്ഥാപിക്കാൻ തീരുമാനിച്ചിരിക്കുന്നുവെന്ന് മുംബൈയിലെ കോൺസുലേറ്റ് ജനറൽ ഓഫ് ഇസ്രായേൽ ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ്. ശിവജിയുടെ അഭിഷേക ദിനവുമായി ബന്ധപ്പെട്ട് നടന്ന ചടങ്ങുകളുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം ഇങ്ങനെ ഒരു കാര്യം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ ഒരു ആലോചന തങ്ങൾക്ക് ഉണ്ട് എന്ന് മഹാരാഷ്ട്ര ചീഫ് മിനിസ്റ്റർ ദേവേന്ദ്ര ഫഡ്നാവിസിനോടക്കം അദ്ദേഹം വ്യക്തമായും പറഞ്ഞിരിക്കുകയാണ്. ഇത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അതായത് ഇന്ത്യ ഇസ്രായേൽ റിലേഷന്റെ ഒരു പ്രതീകം എന്ന നിലയിൽ, ഒരു സിമ്പൽ എന്ന നിലയിലാണ് ഈ ഛത്രപതി ശിവജിയുടെ ഒരു പ്രതിമ ഇസ്രായേൽ അവരുടെ രാജ്യത്ത് സ്ഥാപിക്കാനായിട്ട് ആലോചിക്കുന്നത്. ഈ ഒരു പ്രതിമ സ്ഥാപിക്കുന്നതിലൂടെ ഇസ്രായേലും ഇന്ത്യയും തമ്മിൽ ഉള്ള റിലേഷൻ ഒരു പവർഫുൾ സിമ്പലായിട്ട്, ആ സൗഹൃദത്തിന്റെ ഒരു പവർഫുൾ സിമ്പലായിട്ട് ഇത് മാറുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. മാത്രമല്ല ആ ഒരു പ്രതിമ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള കൾച്ചറൽ ബോണ്ടിന്റെ പ്രതീകമായിരിക്കും. മഹാരാഷ്ട്രയും ഇന്ത്യൻ ജൂയിഷ് കമ്മ്യൂണിറ്റിയും തമ്മിലുള്ള സാംസ്കാരികമായ ബന്ധത്തിന്റെ പ്രതീകവുമായിരിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. സോ ഇതൊരു ഹിസ്റ്റോറിക് മൊമെന്റ് ആണ്. കാരണം ഇന്ത്യയിലെ ഒരു രാജാവ്, അതും 1600കളിൽ ജീവിച്ചിരുന്ന ഒരു രാജാവാണ്. 1650കളിലും 70കളിലും ഒക്കെ ആയിട്ട് ജീവിച്ചിരുന്ന ഒരു മനുഷ്യനാണ്. സോ ഛത്രപതി ശിവജി ഇന്ത്യയുടെ ചരിത്രത്തിലെ ഒരു നിർണായക ഒരു കാലഘട്ടത്തിൽ അധികാരം കൈയാളിയിരുന്ന ഒരു ഭരണാധികാരിയാണ്. സോ അദ്ദേഹത്തിന്റെ ഒരു പ്രതിമ ഇസ്രായേൽ പോലെ ഒരു രാജ്യത്ത് വരിക എന്ന് പറയുമ്പോൾ അത്രയും പ്രാധാന്യം ഇന്ത്യയുമായിട്ടുള്ള റിലേഷന് ഇസ്രായേൽ കൊടുക്കുന്നുണ്ട് എന്ന് തന്നെയാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇസ്രായേലിലെ നിലവിലെ ഭരണാധികാരി ബെന്യാമിൻ നെതന്യാഹുവും മുൻകൈയെടുത്ത് വളരെ ശക്തമായൊരു ബന്ധം ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇക്കൂട്ടത്തിലേക്ക് UAE കൂടി കടന്നു വരുന്നുണ്ട് എന്നുള്ളതാണ്. ഇന്ത്യ ഇസ്രായേൽ UAE സൗഹൃദം വളരെ ദൃഢമായ രീതിയിൽ മുന്നോട്ട് പോവാണ്. നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ലോകത്ത് 145 കോടി ജനങ്ങളുള്ള ഏക രാജ്യമാണ് നമ്മുടേത്. അത്രയും വലിയൊരു രാജ്യം, വളരെ വൈവിധ്യമാർന്ന സംസ്കാരമാണ്. പല വിഭാഗത്തിൽപ്പെട്ട മനുഷ്യർ പല സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ വന്നു ചേർന്നവരുണ്ട്. ഇന്ത്യയിൽ തന്നെ രൂപം കൊണ്ട വിശാലമായ സംസ്കാരത്തിന്റെ ഭാഗമായവരുണ്ട്. നമ്മുടെ ഇന്ത്യക്കകത്ത് ലോകത്തുള്ള ഒട്ടുമിക്ക മതവിശ്വാസികളും ഉണ്ട് എന്നുള്ളതാണ്. അത്രയും വിശാലമായൊരു രാജ്യമാണ്. സോ ഈ രാജ്യം ഈ നൂറ്റാണ്ടിലെ നിർണായക ശക്തിയായിട്ട് മാറേണ്ടതുണ്ട്. അത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് വിവിധ രാജ്യങ്ങളുമായിട്ട് വളരെ ശക്തമായ ബന്ധം ആവശ്യമാണ്. ഓൾറെഡി ഇന്ത്യക്ക് റഷ്യയുമായിട്ട് ദൃഢമായൊരു ബന്ധമുണ്ട്. ഇസ്രായേൽ ഇന്ത്യയുടെ ഓൾ വെതർ പാർട്ട്ണർ എന്ന് പറയാവുന്ന ഒരു സഖ്യരാജ്യമാണ്. ഇപ്പോൾ ആ ബന്ധം അതിന്റെ എല്ലാ അതിർവരമ്പുകളും ലംഘിച്ച് എല്ലാ അർത്ഥത്തിലും വളരെ ദൃഢമായൊരു സൗഹൃദമായിട്ട്, ഈ നൂറ്റാണ്ടിനെ ഷേപ്പ് ചെയ്യുന്ന ഒരു റിലേഷനായിട്ട് ഇന്ത്യ ഇസ്രായേൽ റിലേഷൻ മാറുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്ത്യൻ സംസ്കാരത്തെയും ഇന്ത്യൻ പാരമ്പര്യത്തെയും ചരിത്രത്തെയും മനസ്സിലാക്കാനും അതിനെ ഉൾക്കൊള്ളാനും ഇസ്രായേൽ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. മുൻകാലങ്ങളിൽ വളരെ സങ്കുചിതമായ ചിന്താഗതിയിലൂടെ കാര്യങ്ങളെ നോക്കിക്കണ്ടിരുന്ന ജൂത സമൂഹം ഇന്ത്യയുടെ പ്രാധാന്യം എന്താണെന്ന് ലോകത്ത് തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. ഇന്ത്യയുമായിട്ടുള്ള അവരുടെ സൗഹൃദം എത്രമാത്രം ആവശ്യമാണെന്ന് മനസ്സിലാക്കിയിരിക്കുകയാണ്. ചരിത്രത്തിൽ ജൂത സമൂഹത്തിന് യാതൊരു ഉപാധികളുമില്ലാതെ അഭയം കൊടുത്ത ഏക ഒരു രാജ്യമാണ് വിശാലമായ ഇന്ത്യ. സോ ആ ഒരു നന്ദി ഇന്നും അവർക്ക് നമ്മളോടുണ്ട്. നമ്മളെ പല ആപത് ഘട്ടങ്ങളിലും സഹായിച്ചിട്ടുണ്ട് എന്നതുകൊണ്ട് നമുക്കും അവരോട് നന്ദിയുണ്ട്. അപ്പൊ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ചിട്ടുള്ള ഒരു വലിയ ചരിത്രം ഇന്ത്യക്കും ഇസ്രായേലിന്റെയും ഇടയിലുണ്ട്. ഒന്നിച്ചു പോകാൻ ഒരുപാട് കാരണങ്ങളുമുണ്ട്. ഒരേ ത്രെട്ടുകൾ രണ്ട് രാജ്യങ്ങളും ഫേസ് ചെയ്യുന്നുണ്ട്. തുർക്കി, പാകിസ്ഥാൻ പോലുള്ള എലമെന്റുകൾ വളരെ പ്രധാനമാണ്. സോ ഈ ഘട്ടത്തിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല രീതിയിലുള്ള ഒരു റിലേഷൻ ഇസ്രായേലുമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നത് ഒരു വലിയ നയതന്ത്ര വിജയമാണ്. ഛത്രപതി ശിവജിയുടെ ഒരു പ്രതിമ ഇസ്രായേലിൽ വന്നാൽ എന്താണ് ഇപ്പൊ അതിൽ നമുക്ക് നേട്ടമെന്നായിരിക്കും പലരും ചിന്തിക്കുന്നത്. അതൊരു പ്രതീകമാണ്. ഇസ്രായേലിനെ പോലത്തെ ഒരു രാജ്യം അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ മുൻകൈ എടുക്കുന്നുണ്ടെങ്കിൽ ഇന്ത്യയുമായിട്ട് അത്രയും നല്ലൊരു ബന്ധം അവർ ആഗ്രഹിക്കുന്നുണ്ട്.
അത് നിലനിർത്തണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവിടെയാണ് അതിന്റെ പ്രാധാന്യം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.